നമസ്കാരം. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ടവരോട് ചോദിക്കുക എന്നത് മാധ്യമപ്രവർത്തകരുടെ ഒരു രീതിയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹം പല കാര്യങ്ങളും പലപ്പോഴും അറിയാറുള്ളത്, മനസ്സിലാക്കാറുള്ളത് മാധ്യമപ്രവർത്തകരുടെ ഈ അന്വേഷണത്തിലൂടെ പുറത്തുവരുന്ന വിവരങ്ങളിലൂടെയാണ്. അങ്ങനെ ഒരു വിവരശേഖരണം മാധ്യമധർമ്മം കൂടിയാണ്. പറഞ്ഞു വന്നത്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചതും അതിന് ലഭിച്ച അവ്യക്തമായ മറുപടികളും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. ഗോവിന്ദനോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട്ടിലെ CPM നേതാക്കളുടെ സന്ദർശനത്തെക്കുറിച്ചായിരുന്നു. അത് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് തലയൂരാനായിരുന്നു ആദ്യത്തെ ശ്രമം. വീണ്ടും ചോദ്യമുയർന്നപ്പോൾ ദേഷ്യത്തോടെയായി പ്രതികരണം. അറിയില്ലെന്ന് പറഞ്ഞില്ലേ, അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയതിനെക്കുറിച്ച് അന്വേഷിച്ചോട്ടെ. സ്ഫോടനവുമായോ അതുമായി ബന്ധപ്പെട്ടവരുമായോ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുമാണ് ഗോവിന്ദൻ പറയുന്നത്. സ്ഫോടനവുമായോ അതുമായി ബന്ധപ്പെട്ടവരുമായോ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എങ്കിൽ കൂത്തുപറമ്പ് MLA KP മോഹൻ അടക്കമുള്ളവർക്ക് ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. CPMന് ഷെറിനുമായോ ബോംബ് നിർമ്മാണവുമായോ ബന്ധമില്ലെന്ന് പറയുന്ന പാനൂർ ഏരിയ കമ്മിറ്റി അറിയാതെയാണോ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ അന്തിമോപചാരം അർപ്പിക്കാൻ പോയത്? പൊഴിയൂർ ലോക്കൽ കമ്മിറ്റി അംഗം A അശോകനാണ് അവിടെ എത്തിയ മറ്റൊരു CPM നേതാവ്. ഏതായാലും വിഷയത്തിലെ പാർട്ടി സെക്രട്ടറിയുടെ പരിങ്ങലും പിന്നീട് കോപത്തോടെ ഉണ്ടായ പ്രതികരണങ്ങളും കൂടുതൽ സംശയമുണ്ടാക്കിയതേയുള്ളൂ. മറ്റൊന്ന്, CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ച വിഷയത്തെക്കുറിച്ചാണ് ഗോവിന്ദനോട് ചോദിച്ചത്. EDയും ആദായ നികുതി വകുപ്പും ഒരുതരം ഗുണ്ടായിസമാണത്രേ CPMനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കൗണ്ട് മരവിപ്പിച്ച നടപടി നിയമപരമായി നേരിടുമത്രേ. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഇടപാടുകളെല്ലാം സംസ്ഥാന നേതൃത്വത്തിന് അറിയാമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഞങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടാവുമോ എന്നാണ് ഗോവിന്ദന്റെ ചോദ്യം. അതുകൊണ്ട് ഏതായാലും EDക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി എന്ന് വേണം കരുതാൻ. ഗോവിന്ദൻ അടക്കമുള്ളവരാണല്ലോ ഇനി ഉത്തരം പറയേണ്ടി വരിക. അന്വേഷണം നടക്കട്ടെ. EDയും ആദായ നികുതി വകുപ്പുമാണോ ഗോവിന്ദന്റെ പാർട്ടിയാണോ ഗുണ്ടായിസം നടത്തിയതെന്ന് നമുക്ക് കണ്ടറിയാം.